ഓം ശാന്തി. പലപ്പോഴും നമ്മൾ പല സ്വപ്നങ്ങളും സഫലമാക്കാൻ വേണ്ടി അഥവാ നമ്മുടെ ജീവിതത്തിലെ പല സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പലരും ലോ ഓഫ് അട്രാക്ഷൻ എന്ന മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് തൻ്റെ കാര്യത്തിന് പ്രാക്ടിക്കലാക്കാൻ നോക്കുമ്പോൾ പലരുടെ ഭാഗത്തുനിന്നും നമ്മൾ അറിയാതെ തന്നെ സംഭവിച്ചു പോകുന്ന ഒരു കൊച്ചു മിസ്റ്റേക്കാണ് നമ്മുടെ സ്വപ്നങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണക്കാരൻ. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കുട്ടി പല തവണയായിട്ട് എൻ്റെ അടുത്ത് കമൻസിലിട്ടിരുന്നു, ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ 2 ഫ്രണ്ട്സിനും ഒരേ ഹോട്ടലിൽ തന്നെ ഞങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആ കാര്യത്തിന് വേണ്ടി 2 കപ്പ് മെത്തേഡ് ചെയ്തു. എനിക്ക് ജോലി കിട്ടി ഹോട്ടലിൽ, പക്ഷേ ഒരേ ഹോട്ടലിൽ കിട്ടില്ല, ഞാനൊരു സംതൃപ്തിയല്ല. അതേപോലെ തന്നെ വേറെ പല ആളുകളും ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ മെത്തേഡ് ഉപയോഗിച്ചു, 2 കപ്പ് മെത്തേഡ് ഉപയോഗിച്ചു, 5 മെത്തേഡ് ഉപയോഗിച്ചു, 50 ലക്ഷത്തിന് വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയത് 5000 രൂപ, 1000 രൂപ. ഞാൻ ആഗ്രഹിച്ചത് 1 കോടി രൂപ, എനിക്ക് കിട്ടിയത് 1000 രൂപ. എനിക്കതിലൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഈ ചെറുത് മാത്രമായി നിൽക്കുന്നു, എൻ്റെ മനസ്സ് നിരാശയായി പോകുന്നു എന്നൊക്കെ പല രീതിയിലുള്ളതായിട്ടുള്ള കമൻസ് പലരുടെ ഭാഗത്തുനിന്നായിട്ട് വരുന്നു. അതുകൊണ്ട് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം കൊണ്ട് നമ്മുടെ ഡ്രീം നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ തെറ്റ് നിങ്ങളുടെ അടുത്ത് ഇനി ആവർത്തിക്കരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ അടുത്തേക്ക് നടക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ഗിഫ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് തീർച്ചയായിട്ടും പല പോസുകളിലൂടെ പല സ്റ്റേഷനിലും ട്രെയിൻ നിർത്തിയാണ് രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര വരുന്നത്. അതിന് കുറേ സ്റ്റേഷൻസ് ഉണ്ട്. അത് നമുക്ക് എത്താൻ വേണ്ടി യാത്ര തുടങ്ങി അതങ്ങ് ഗുജറാത്തിലെത്തുന്ന സമയത്ത്, രാജസ്ഥാൻ തുടങ്ങി ഗുജറാത്തിലെത്തിയ സമയത്ത് ഇവിടുന്ന് ഒരു മെസ്സേജ് അയക്കുകയാണ്, ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല എന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ട്രെയിനിൽ കയറിയ ആൾ തിരിച്ച് അവർ സ്ഥാനത്തേക്ക് പോയി അഥവാ ഗിഫ്റ്റ് തിരിച്ചു കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. രണ്ടാമത് എനിക്ക് വീണ്ടും ആ ഗിഫ്റ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുമ്പോൾ ആ സാധനം വീണ്ടും വരണമെങ്കിൽ വീണ്ടും ഇത് രാജസ്ഥാനിൽ യാത്ര ആരംഭിച്ചിരിക്കണം. ഇത് സെയിം മിസ്റ്റേക്കാണ് നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ചെയ്തു പോകുന്നത്. എനിക്ക് ആഗ്രഹം 1 കോടി രൂപ എൻ്റെ കയ്യിൽ വരണം എന്നാണ്. പക്ഷേ ഞാനതിന് വേണ്ടതായിട്ടുള്ള വിഷ്വലൈസേഷൻ മെത്തേഡ് ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടതായിരിക്കുന്ന പ്രകമ്പനത്തിൻ്റെ എനർജിയുടെ ആധാരത്തിൽ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് 1000 രൂപ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്ത് എത്തത്തക്ക രീതിയിലുള്ളതായിട്ടുള്ള ഒരു എനർജി മാത്രമേ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് 1000 രൂപയുടെ ഒരു എനർജി എന്നിലേക്ക് വന്നത്. ആ സമയത്ത് 1000 രൂപ എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, 1000 രൂപ എന്നിലേക്ക് വന്നു, മീൻസ് എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്നൊരു കർമ്മം നടക്കുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും ഐ എം റിയലി താങ്ക്ഫുൾ, ഞാൻ വളരെയധികം ഹാപ്പിയസ്റ്റ് ആണ്, ബാക്കി ഇനി അടുത്ത എമൗണ്ട് വളരെ വേഗം എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് അതിന് ആഹ്വാനം ചെയ്യുക വേണ്ടേ. അതിന് ആദ്യം നമ്മൾ താങ്ക്സ് പറയണം, അപ്രീഷിയേറ്റ് ചെയ്യണം, നമ്മളെ തന്നെ അംഗീകാരം കൊടുക്കണം. യെസ്, ഒന്നും പറ്റില്ല, ആരും പറയില്ല, സ്വന്തം പുറത്ത് ഇങ്ങനെ കൈകൊണ്ട് തട്ടിയിട്ടാണെങ്കിലും യെസ് യു ആർ ഗ്രേറ്റ്, നീ എന്തായാലും മാനിഫെസ്റ്റേഷനിൽ മുന്നൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും വലിയ ലക്ഷ്യം നേടും. ഈ രീതിയിൽ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, അംഗീകരിക്കുമ്പോൾ, താങ്ക്സ് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ അടുത്തേക്ക് നമ്മുടെ ആ ഒരു വലിയ ഡ്രീമിൻ്റെ യാത്ര കുറച്ചുകൂടെ ഫാസ്റ്റാവും. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് 1000 രൂപ കിട്ടുമ്പോൾ 1 കോടി രൂപയാണ് ഞാൻ വിചാരിച്ചത്, വന്നു ചേർന്ന് വെറും 1000 രൂപ എന്ന് നമ്മുടെ മനസ്സിൽ തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ എനർജി വൈബ്രേഷൻ മാറുന്നത് എനിക്ക് ഇത് നടക്കില്ല, അല്ലെങ്കിൽ എനിക്കിത് വേണ്ട എന്ന ഒരു റിജക്ഷൻ ഫീലിംഗ് ആണ് നമ്മുടെ എനർജി ഫോമിൽ നമ്മളിന്ന് പുറത്തേക്ക് പ്രവഹിക്കുക. അപ്പോൾ എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ ഒരു അഫർമേഷൻ ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ള ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ജോബ് ഓഫർ ചെയ്തുകൊണ്ടതായിട്ടുള്ള കോൾ വരുന്നു, അതൊരു വലിയ പോസിറ്റീവ് സൈനാണ്. ഞാൻ ജോലി വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ പല ഭാഗത്തും എനിക്ക് കോള് വരുന്നുണ്ട്. ആ കോള് വരുന്നത് ഞാൻ ആവശ്യപ്പെട്ടത് ഈ ജോലിയാണല്ലോ, ഈ കോളാണല്ലോ വരുന്നത്, എനിക്കതിൽ ഒട്ടും ഹാപ്പി ആയിട്ടില്ല എന്ന് പറയുന്നതോടുകൂടി ഈ ജോലി എനിക്ക് വേണ്ട എന്നതായിട്ടുള്ള എനർജിയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുക. അത് നമ്മുടെ ഡ്രീമിനെ കുറേ കൂടാകലത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ഒരു ഡ്രീം ഞാൻ കണ്ടു, അതിൽ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നേക്കാൾ മുന്നേ വേറൊരു പ്രശ്നം വന്നു, അപ്പോൾ അതുകൊണ്ട് അന്ന് തൊട്ട് അതിനായി മാറി. അപ്പോൾ ഒന്ന് നമ്മുടെ അടുത്തേക്ക് എനർജി വന്നുകൊണ്ടിരിക്കുക, അതിലിടയ്ക്ക് ഞാൻ അതിനെ വേറൊന്നിൻ്റെ പിന്നാലെ പോയി. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടും കൊച്ചു നേട്ടങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ, ഈവൻ നമ്മുടെ ഒരു റിലേഷൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ 2 കപ്പ് മെത്തേഡോ 5 മെത്തേഡോ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ റിലേഷൻ നന്നാവണം ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കോള് വരുന്നു, ഞാൻ അവരെന്നെ ഒന്ന് സംസാരിക്കണം എന്നാണ് വിചാരിച്ചേ, പക്ഷെ ഒരു മെസ്സേജ് മാത്രമേ എനിക്ക് അയച്ചിട്ടുള്ളൂ, സംസാരിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ആ റിലേഷനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം എന്തായാലും എനിക്ക് മെസ്സേജ്
അയച്ചല്ലോ, ഐ ആം സോ ഹാപ്പി, താങ്ക്സ് എന്ന് പറഞ്ഞാൽ വളരെ വേഗം ആ ഡ്രീം നമ്മളിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ടുണ്ടാവുന്ന കൊച്ചു കൊച്ചു നേട്ടങ്ങൾക്ക് പോലും അപ്രീസിയേഷനും താങ്ക്സും കൊടുത്ത് വളരെ വേഗം ഡ്രീം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതേസമയം ഓരോ കൊച്ചു കാര്യം വരുമ്പോഴും അഥവാ അതിനനുബന്ധമായിട്ട് മറ്റൊരു കാര്യം വരുമ്പോൾ ഇതല്ല ഞാൻ ആഗ്രഹിച്ചത്, എനിക്ക് ഇതായിരുന്നു വേണ്ടിയിരുന്നത്, ഇതല്ല എന്ന് പറയുന്നതോട് കൂടി ഇത് വേണ്ട എന്ന് നമ്മളറിയാതെ എനർജി ഫോമിൽ നമ്മളൊരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ഒരു മിസ്റ്റേക്ക് പലപ്പോഴും നമ്മുടെ ഡ്രീമിനെ വളരെ അകലത്തേക്ക് കൊണ്ടുപോകും. ഞാൻ ഒരു പ്രാവശ്യം ഒരു സെറ്റ് 5-5-5 ചെയ്തു, രണ്ടാമത്തെ സെറ്റ് ചെയ്തു, ഇനി ആ കാര്യം നിന്നിട്ടും നടന്നിട്ടില്ല, ഇനിയിപ്പോൾ നടന്നിട്ടില്ലല്ലോ, ഇനി ഞാൻ ചെയ്യണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്നതോട് കൂടിയിട്ട് അതുവരെ നമ്മളിലേക്ക് അട്രാക്റ്റീവ് വന്നായിട്ടുള്ള എനർജി അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളതായിരിക്കുന്ന നെഗറ്റീവ് എനർജീനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഒരിക്കലും ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യരുത്. അത് അറിയാതെ സംഭവിച്ചു പോകുന്ന, കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന 50 ലക്ഷം രൂപയാണ്, കിട്ടുന്നത് 500 രൂപയാണ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മനുഷ്യൻ്റെ മാനസികാവസ്ഥ കൊണ്ട് ഉണ്ടാകുന്ന നിരാശയും മടുപ്പും നമ്മുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മുടെ ഡ്രീമിന് ഒരിക്കലും നടക്കാത്ത അവസ്ഥയിലേക്ക് നമ്മളിൽ നിന്ന് മാറ്റി ദൂരേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഓരോ ചെറിയ മാറ്റങ്ങൾക്ക് പോലും അപ്രീസിയേഷൻ, ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും അംഗീകാരം, ഓരോ കൊച്ചു കാര്യങ്ങൾക്ക് പോലും താങ്ക്സ്, നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതേത് വാക്ക് ഉപയോഗിച്ചോ നിങ്ങൾ, പക്ഷേ അതിനെ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്തിരിക്കണം. എങ്കിൽ തീർച്ചയായും ആ വലിയ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ആ വലിയ ലക്ഷ്യം നിങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഈ കൊച്ചു ഗിഫ്റ്റുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ആ വലിയ ലക്ഷ്യം നടന്ന് വരുന്നു എന്നുള്ളതിന് താങ്ക്സ് പറയുക. ഈ കൊച്ചു സമ്മാനം തന്നതിന് ഒരുപാട് താങ്ക്സ് പറയുക. വളരെ വേഗം നമ്മുടെ സ്വപ്നം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ രഹസ്യത്തെ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.